ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വാർഷിക ആനുവൽ എക്സാമിൻ്റെ ഉത്കൃതനം 1ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ഡേ 1ൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് എക്സാം ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പണ്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനിയും എക്സാമിന് വരുന്നത്. കൂട്ടുകാർ റെഡിയാണോ? പ്രവർത്തനം 1 വരികൾ കൂട്ടിച്ചേർക്കാമെന്ന പ്രവർത്തനമാണ്. പറന്നു പറന്നു വന്നെത്തി മാമ്പഴം തിന്നാൻ തത്തമ്മ, ചക്കരമാവിൻ കൊമ്പിലിരുന്നൊരു മാമ്പഴം തിന്നു തത്തമ്മ. ഓക്കെ, ഇവിടെ നോക്കൂ പിക്ചർ. ഇവിടെ തത്തമ്മയും അണ്ണാനും കുരങ്ങനും ഒക്കെ എന്താണ്, മാമ്പഴം തിന്നുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പറന്നു പറന്നു ആരെത്തി? തത്തമ്മ വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് തത്തമ്മ ചക്കരമാവിൻ്റെ കൊമ്പിലിരുന്നിട്ട് മാമ്പഴം തിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഇത് തന്നെ നമുക്ക് ഇനിയും എഴുതാം. വരികൾ കൂട്ടിച്ചേർക്കാനാണ് പ്രവർത്തനം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് കൂട്ടുകാരെ ഇങ്ങനെ എഴുതാം: ചാടി ചാടി വന്നെത്തി മാമ്പഴം തിന്നാൻ കുരങ്ങച്ചൻ, ചക്കരമാവിൻ കൊമ്പിലിരുന്നൊരു മാമ്പഴം തിന്നു കുരങ്ങച്ചൻ. ഓക്കെ, ഇനി ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് അണ്ണാനെയും പറയാം അല്ലേ. ചാടി ചാടി വന്നെത്തി മാമ്പഴം തിന്നാൻ അണ്ണച്ചൻ, ചക്കരമാവിൻ്റെ കൊമ്പിലിരുന്ന് മാമ്പഴം തിന്നു അണ്ണാച്ചൻ അല്ലെങ്കിൽ അണ്ണാന് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. കവിതയുടെ പേര് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ കവിതയ്ക്ക് കൂട്ടുകാരെ എന്ത് പേരാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ചക്കരമാവ് എന്ന് കൊടുക്കാം അല്ലേ. കവിതയ്ക്ക് ചക്കരമാവ് എന്ന് തലക്കെട്ട് കൊടുക്കാം. ചക്കര മാവ്. ഓക്കെ, ചക്കരമാവ് എന്ന് തലക്കെട്ടും കൊടുക്കാം. ഇനി താഴേക്ക് നോക്കൂ. പ്രവർത്തനം 2 ആണ്. ഇവിടെ നന്ദു സമ്പാദ്യ കുടുക്ക പൊട്ടിച്ചപ്പോൾ കിട്ടിയ നോട്ടുകളുടെയും നാണയങ്ങളുടെയും പട്ടികയാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രവർത്തനം ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, 20ൻ്റെ നോട്ടുകൾ 2 എണ്ണമാണുള്ളത്. ആകെ എത്രയാണുള്ളത് കൂട്ടുകാരെ? 20ൻ്റെ 2 നോട്ടായി കഴിഞ്ഞാൽ 20 + 20 അല്ലേ. എത്രയാണ്? 20 + 20 എന്ന് പറഞ്ഞാൽ 40 രൂപ. അപ്പോൾ ഇവിടെ 40 രൂപയാണ് ഉള്ളത്. അടുത്തത് 10, ഒരു നോട്ടാണുള്ളത്. അപ്പോൾ എത്രയാണ്? 10 രൂപയാണ് ഉള്ളത്. ഇനി ഇത് രണ്ടും കൂടെ എത്രയാണ്? ഈ 40 + 10 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ആകെ 50 രൂപയാണ് ഉള്ളത്. 50 രൂപ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് താഴേക്ക് നോക്കാം. നാണയങ്ങളുടെ കണക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 5 രൂപയുടെ 2 നാണയമാണുള്ളത്. ഒരു നാണയം 5, അടുത്ത നാണയം 5. 5 + 5 എന്ന് പറയുന്നത് എത്രയാ? 10 ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. 5 + 5 എന്ന് പറയുന്നത് 10 ആണ്. 5 + 5 = 10 രൂപ. ഇനി 2 രൂപയുടെ 8 എണ്ണമാണുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. നോക്കി 2 + 2 4, 6, 8, 10, 12, 14, 16 രൂപയാണുള്ളത്. ഓക്കെ, 16 രൂപ. ഇനി 1 രൂപയുടെ 10 എണ്ണമാണുള്ളത്. 1 രൂപയുടെ 10 എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, നമുക്ക് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. എത്രയാണ്? 10 രൂപയാണ്. ഓക്കെ, 10 രൂപ തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടെ എത്രയുണ്ട്? 10 രൂപ + 16 രൂപ + 10 രൂപ. എത്രയാണ്? 10ഉം 10ഉം 20, 20ഉം 16ഉം എത്രയാ? 36 രൂപയാണുള്ളത്. 36 രൂപ. ഇനി നന്ദുവിൻ്റെ സമ്പാദ്യ കുടുക്കയിൽ ആകെ എത്ര രൂപയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര രൂപയാണ് കൂട്ടുകാരെ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞത് നോട്ട് 50 ആയിരുന്നു അല്ലേ. നോട്ട് 50 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാണയങ്ങൾ 36 ആണുള്ളത്. 50 + 36 എന്ന് പറയുന്നത് 86 രൂപയാണ് മൊത്തം ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് നോക്കാം. മുത്തശ്ശി നന്ദുവിന് 50 രൂപ കൂടി നൽകി. നന്ദുവിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 86 രൂപയാണ് അല്ലേ. 86 രൂപയാണ് നാണയവും അതുപോലെ തന്നെ നോട്ടും കൂടി ഉണ്ടായിരുന്നത് 86. അപ്പോൾ മുത്തശ്ശി 50 രൂപ നൽകി. 86 + 50 എന്ന് പറഞ്ഞാൽ 136 രൂപ. ഓക്കെ, 136 രൂപ. അപ്പോൾ കൂട്ടുകാരെ ഈസി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. 86 + 50 എന്നുള്ളത്. ഓക്കെ, 6. ഇനി 8ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 13, 136 കറക്റ്റായിട്ട് കിട്ടും.
ഇനി അടുത്തത് 3 നിറം നൽകാം വിവരണം എഴുതാം എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, ഇവിടെ നല്ല നല്ല ഭംഗിയായിട്ട് നിറം നൽകുക. എന്നിട്ട് ഇവിടെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഒരു 5 വാക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താഴെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം എന്നുള്ളത്. ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഇതൊരു ഉത്സവത്തിൻ്റെ ചിത്രമാണിത്. 7 ആനകളെ കാണാനുണ്ട്, ബലൂൺ കച്ചവടക്കാരെ കാണാനുണ്ട്, കൂടാതെ വേറെയും കടകളുണ്ട്. ഒരുപാട് ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നല്ല ആഹാരശീലങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. 4ാമത്തെ പ്രവർത്തനത്തിൽ ഒരുപാട് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് താഴെ ചോദിച്ചിട്ടുണ്ട് നല്ല ആഹാരശീലങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുത്. പിന്നെന്താണ് കൂട്ടുകാരെ? പിന്നെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണം. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ കഴുകണം. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ആഹാരശീലങ്ങളാണ്. ഇനി അടുത്തത് നല്ല ഭക്ഷണത്തിന് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പച്ചക്കറികൾ തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഉൾപ്പെടുത്തണം കൂട്ടുകാരെ? പഴങ്ങൾ ഉൾപ്പെടുത്തണം അല്ലേ. പഴങ്ങൾ, അപ്പോൾ അവിടെ എഴുതാം പഴങ്ങൾ. പിന്നെ പാല്, മുട്ട, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, മത്സ്യം, ഇതൊക്കെ എന്താണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഇനി താഴേക്ക് നോക്കൂ. പ്രവർത്തനം 5 വില എത്ര? നന്ദു ഉത്സവപ്പറമ്പിലെ ചന്തയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളും എണ്ണവും വിലയും പട്ടികയിലുണ്ട്. ആകെ വില കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നിൻ്റേതായിട്ട് വില നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യത്തേത് എന്താണ്? പമ്പരമാണ്. പമ്പരത്തിന് 5 രൂപയാണ്. 4 എണ്ണം വാങ്ങിച്ചു. ഇതെങ്ങനെ എഴുതാം? നമുക്ക് മൾട്ടിപ്ലൈ അല്ലേ, ഗുണന പട്ടിക പ്രകാരം ചെയ്യാം. 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പോൾ 20 രൂപയാണ് പമ്പരത്തിന് ആയത്. ബലൂണിന് 2 രൂപയാണ്. 4 എണ്ണം വാങ്ങിച്ചു. അഥവാ 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8 രൂപ ബലൂണിന് ആയി. ഇനി കളി വിമാനത്തിന് 10 ആണ്. 5 എണ്ണം വാങ്ങിച്ചു. 10 × 5 എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 50 രൂപ എന്തിനായി? കളി വിമാനത്തിനും ആയി. നന്ദു വാങ്ങിയ സാധനങ്ങളുടെ ആകെ വില എത്ര? അപ്പോൾ എന്ത് ചെയ്യണം? 20 + 8 + 50 എത്രയാണ്? 50ഉം 20ഉം 70, 70ഉം 8ഉം 78 രൂപ ആകെ ആയി. നന്ദുവിന് ആകെ എത്ര രൂപയായി? 78 രൂപ നന്ദുവിന് ആയി. ഓക്കെ, ഇനി താഴെ സാധനങ്ങൾ വാങ്ങിയ നന്ദു കടയുടമക്ക് 100 രൂപ നൽകി. നന്ദുവിന് ബാക്കി എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ എത്ര രൂപയാണ്? 78 രൂപയാണ് ആയത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100ൽ നിന്നും നമ്മുടെ 78 മൈനസ് ചെയ്യണം. 100 - 78 എത്ര രൂപയാണ് കൂട്ടുകാരെ? 100 - 78 എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര രൂപ ഉണ്ടാവും? 22 രൂപയുണ്ടാവും. 22 രൂപ. കൂട്ടുകാർ ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കൂട്ടാനും ഗുണിക്കാനും കുറക്കാനും ഒക്കെ അറിഞ്ഞാൽ മാത്രം മതി. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക, A+ തന്നെ വാങ്ങിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.